ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അറയിലെ സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു അറേ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അറയിലെ വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ലാർജസ്റ്റ് എന്ന് പറയുന്നതും സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറയിലെ ആദ്യത്തെ രണ്ട് പൊസിഷനിലുള്ള വാല്യൂ കമ്പയർ ചെയ്തിട്ട് അതിലെ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഏതാണോ അത് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനുശേഷം ആ രണ്ട് വാല്യൂവിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അത് നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിനുശേഷം അറയിലെ രണ്ടാമത്തെ പൊസിഷൻ തൊട്ട് ബാക്കിയുള്ള പൊസിഷനിലുള്ള വാല്യൂ എടുത്തിട്ട് ആ ഒരു വാല്യൂ ഈ ലാർജസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് എന്നീ രണ്ട് വേരിയബിളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ലാർജസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവസാനമായിട്ട് നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. സോ ഒരു വാല്യൂവിനെ എടുത്തിട്ട് ഈ ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും എന്ന് പറയുന്ന വേരിയബിൾ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ അതിൽ ഏറ്റവും ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമുക്ക് ആ എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ ലാർജസ്റ്റിനെക്കാട്ടിൽ വലിയൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് 200നെ ഞാൻ 100ന് മുകളിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അപ്പം ഇതൊരു ഓർഡറിലാണ് വന്നേക്കുന്നത്, 50, 100, 200. സോ ഈ ഒരു കേസിൽ നമുക്ക് 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് എന്ന് പറയുന്നത് 200 ആയിരിക്കും, സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് 100 ആക്കണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ്. സോ അതിനായിട്ട് നമുക്ക് പുതുതായിട്ട് വന്ന വാല്യൂ 200 ആണ്. അപ്പം 200നെ നമ്മൾ 100ലോട്ട് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളുള്ള വാല്യൂലോട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാർജസ്റ്റിൽ നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ നമുക്ക് മിസ്സാവും. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ ലാർജസ്റ്റിലുള്ള വാല്യൂവിനെ എടുത്ത് സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് പുതുതായിട്ട് വന്ന വാല്യൂ ഏതാണോ അത് നമ്മൾ ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ലാർജസ്റ്റ് എന്ന് പറയുന്ന സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളും പുതിയ വാല്യൂ വെച്ചിട്ട് അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. സോ ഈ ഒരു കേസിൽ 200 ആണ് ഇപ്പോൾ കറന്റ് ലാർജസ്റ്റ്, 100 ആണ് സെക്കൻഡ് ലാർജസ്റ്റ്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ പുതുതായിട്ട് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 75 ആണ്. അതെന്ന് പറയുന്നത് 100നെക്കാട്ടിൽ ചെറുതാണ്. അതായത് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂവിനെക്കാട്ടിൽ ചെറുതാണ്, സെക്കൻഡ് ലാർജസ്റ്റിന് എന്ന് പറയുന്ന വേരിയബിളിനെക്കാട്ടിൽ വലുതാണ്. സോ ആ ഒരു കേസിൽ 75 എന്ന് പറയുന്നത് ഇതിൻ്റെ 100നും 50ക്കും നടുക്കായിട്ടാണ് വരുന്നത്. സോ ഈ ഒരു കേസിൽ 3 നമ്പർ നമുക്കുണ്ട്, 100, 75, 50. ഈ ഒരു കേസിൽ നമുക്ക് ലാർജസ്റ്റ് എന്ന് പറയുന്നത് 100, സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് 75 ആണ് വരേണ്ടത്. സോ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് പുതുതായിട്ട് കിട്ടിയ വാല്യൂവിനെ നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ട് നേരെ അപ്ഡേറ്റ് ചെയ്യും. ഈ ഒരു കേസിൽ നമുക്ക് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വെച്ചിട്ട് നമുക്ക് കിട്ടും. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമ്മൾ 100ഉം 50 ആണ് ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. നമുക്ക് പുതുതായിട്ട് വന്ന വാല്യൂ എന്ന് പറയുന്നത് 25 ആണെന്ന് വിചാരിക്കാം. ആ ഒരു കേസിൽ ഈ 25 എന്ന് പറയുന്നത് 50യെക്കാട്ടിൽ താഴെയാണ് വന്നിരിക്കുന്നത്. അതായത് സെക്കൻഡ് ലാർജസ്റ്റിനെക്കാട്ടിൽ താഴെയുള്ള വാല്യൂ ആണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു കേസിൽ നമ്മൾ ഈ 3 നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം സെക്കൻഡ് ലാർജസ്റ്റിനെക്കാട്ടിലും ചെറിയൊരു വാല്യൂ ആണ് 25 എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും എന്ന് പറയുന്ന വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ലാർജസ്റ്റിനെക്കാട്ടിൽ വലുത്, അല്ലെങ്കിൽ ലാർജസ്റ്റിനെക്കാട്ടിൽ ചെറുതും സെക്കൻഡ് ലാർജസ്റ്റിനെക്കാട്ടിൽ വലുതും. അങ്ങനെ ഒരു കേസ് വന്നാൽ മാത്രം നമുക്ക് ഈ രണ്ട് വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്താൽ മതി. സോ ഇനി നമുക്ക് ആ ഒരു സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ആദ്യത്തെ രണ്ട് വാല്യൂവിനെ എടുത്ത് ലാർജസ്റ്റിനെ ലാർജസ്റ്റിലും ചെറിയ വാല്യൂവിനെ നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം അടുത്ത 2 എന്ന് പറയുന്ന പൊസിഷൻ തൊട്ടുള്ള വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ 5 എന്ന് പറയുന്ന വാല്യൂ ആണ് അടുത്ത നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. സോ അത് ലാർജസ്റ്റിനെക്കാട്ടിൽ വലുതാണ്. സോ ആ ഒരു കേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാർജസ്റ്റിലുള്ള വാല്യൂവിനെ നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റിലോട്ട് കൊണ്ടുവച്ചതിന് ശേഷം അറയിലെ ആ പൊസിഷൻ 2 എന്ന് പറയുന്ന പൊസിഷനുള്ള വാല്യൂവിനെ ഞാൻ ലാർജസ്റ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്യും. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറന്റ് അറയുടെ 0, 1, 2 എന്ന് പറയുന്ന പൊസിഷനിൽ ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും എന്ന് പറയുന്ന വേരിയബിൾ അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ
അടുത്ത വാല്യൂ ആണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അത് ലാർജസ്റ്റിനെക്കാട്ടിൽ ചെറുതാണ്, സെക്കൻഡ് ലാർജസ്റ്റിനെക്കാട്ടിൽ വലുതാണ്. സോ ആ ഒരു കേസിൽ നമുക്ക് കറന്റ്ലി ഉള്ള വാല്യൂവിനെ നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റിലോട്ട് എടുത്തു വെച്ചാൽ മാത്രം മതി. സോ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ 4 പൊസിഷനുള്ള വാല്യൂ വെച്ചിട്ട് ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും അപ്ഡേറ്റ് ആയിട്ട് ഉണ്ടാകും. നമ്മൾ അടുത്ത വാല്യൂയിലോട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 ആണ്. 1 എന്ന് പറയുന്നത് ലാർജസ്റ്റിനെക്കാട്ടിലും സെക്കൻഡ് ലാർജസ്റ്റിനെക്കാട്ടിലും ചെറുതാണ്. സോ നമ്മൾ ഈ 1നെ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല. അടുത്തതായിട്ട് 7 ആണ്. 7 ലാർജസ്റ്റിനെക്കാട്ടിൽ വലുതാണ്. സോ ആ ഒരു കേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാർജസ്റ്റിലുള്ള വാല്യൂവിനെ എടുത്ത് നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റിലോട്ട് വെക്കും. അതിനുശേഷം നമുക്ക് കറന്റ്ലി ഉള്ള വാല്യൂവിനെ എടുത്ത് ലാർജസ്റ്റിലോട്ട് വെക്കും. അടുത്തതായിട്ട് നമ്മൾ 13 എന്ന് പറയുന്ന വാല്യൂയിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. 13 എന്ന് പറയുന്നത് ലാർജസ്റ്റിനെക്കാട്ടിൽ വലുതാണ്. സോ ആ ഒരു കേസിൽ നമ്മൾ ലാർജസ്റ്റിനെ എടുത്ത് സെക്കൻഡ് ലാർജസ്റ്റിലോട്ട് വെക്കും. അതിനുശേഷം 13 എടുത്ത് ലാർജസ്റ്റിലോട്ട് വെക്കും. സോ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 67 ആണ്. 67 എന്ന് പറയുന്നത് 13നെക്കാട്ടിൽ വലിയ നമ്പറാണ്. സോ ആ ഒരു കേസിൽ നമ്മൾ ലാർജസ്റ്റിലുള്ള വാല്യൂവിനെ സെക്കൻഡ് ലാർജസ്റ്റിലോട്ട് വെക്കും. അതിനുശേഷം 67നെ ലാർജസ്റ്റിലോട്ട് വെക്കും. ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലും സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലും ലാർജസ്റ്റ് ഏതാണോ അറേയുടെ അത് ലാർജസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലും സെക്കൻഡ് ലാർജസ്റ്റ് നമുക്ക് സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലും കിട്ടിയിരിക്കും. സോ ഈ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 13 ആണ് സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന എലമെന്റ്. അത് നമുക്ക് സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് അറേയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്.